പാകിസ്ഥാനുമായുണ്ടായ സംഘർഷത്തിൽ ഭാരതത്തിൻ്റെ നീക്കങ്ങളിൽ നിർണായകമായത് യൂണിയൻ വാർബുക്ക്. ഒരു സായുധ പോരാട്ടമുണ്ടായാൽ സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളുടെ പ്രതികരണവും പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് രാജ്യത്തുടനീളമുള്ള ഉദ്യോഗസ്ഥർക്ക് വാർബുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പാകിസ്ഥാനെതിരായ നീക്കങ്ങളിൽ വാർബുക്ക് ഒരു പ്രധാന രൂപരേഖയായി പ്രവർത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 200-ലധികം പേജുകളുള്ള നീല നിറത്തിലുള്ള വാർബുക്ക് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ്. അഗ്നിശമന പരിശീലനങ്ങൾ മുതൽ ഒഴിപ്പിക്കലുകളും സൈറണുകളും വരെ അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളും വാർബുക്കിൽ കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ പ്രധാന ഉദ്യോഗസ്ഥരിൽ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകാതെ നടപടിക്രമങ്ങൾ കൃത്യമായി എങ്ങനെ പാലിക്കണം എന്നതിലെല്ലാം വാർബുക്കിലൂടെ എല്ലാവർക്കും വ്യക്തമായ ധാരണ ലഭിക്കുന്നു. യുദ്ധം എങ്ങനെ നടത്തണം, യുദ്ധകാല സാഹചര്യത്തിൽ ജനങ്ങൾ എങ്ങനെ പെരുമാറണം, ആർ എവിടെയൊക്കെ ഉണ്ടാവണം എന്നതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ് വാർബുക്ക്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അണികിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. ഒട്ടുമിക്ക രാജ്യങ്ങളിലും സമാനമായ വാർബുക്ക് നിലവിലുണ്ട്. 2008 മുംബൈ ഭീകര ആക്രമണത്തിന് ശേഷം 2010 ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള വാർബുക്കിൻ്റെ രൂപീകരണം. മലയാളി IAS ഉദ്യോഗസ്ഥനും മുൻ ആഭ്യന്തര സെക്രട്ടറിയുമായ ഗോപാലകൃഷ്ണപിള്ള ആണ് വാർബുക്കിൻ്റെ രൂപീകരണത്തിൽ മേൽനോട്ടം വഹിച്ചത്. പ്രതിരോധ ആഭ്യന്തര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ ചേർന്നാണ് വർഷാവസാനം ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കലും മാറ്റങ്ങളും വരുത്തുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര മന്ത്രാലയത്തിലെ ഉന്നതരെ കൂടാതെ എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെയും പക്കൽ യുദ്ധപുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും.